ഇന്ന് റിലീസായ മലയാള സിനിമയാണ് ദ റൈഡ്. സുഹാസ് ഷെട്ടിയുടെ കഥയിൽ റിതേഷ് മേനോൻ സംവിധാനം ചെയ്ത സിനിമയാണിത്. ഇതൊരു സർവൈവൽ ത്രില്ലർ കൈൻഡ് ഓഫ് ജോണറാണ്. അതും ഒരു നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ടൈപ്പ് ഒരു സർവൈവൽ ത്രില്ലർ പരിപാടിയല്ല. അതിൽ കുറച്ചുകൂടി ഒരു വ്യത്യസ്തത നമുക്ക് തോന്നും. നമുക്കിനി ട്രെയിലറൊക്കെ കണ്ടാലും മനസ്സിലാകും. അതല്ലാതെ പടത്തിൻ്റെ ഒരു 10-20 മിനിറ്റ് തന്നെ നമുക്ക് കിട്ടും. ഒരു സ്ക്വിഡ് ഗെയിമായിട്ടൊക്കെ ഒരു സാദൃശ്യമുണ്ട്. ഒരു ഗെയിം രീതി നമുക്ക് തോന്നും. എന്ന് വെച്ചാൽ മറ്റേ ടെക്ക് ഗെയിംസോ അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. വേറൊരു ടൈപ്പ് ഓഫ് ഒരു കൺഫെഷൻ കൈൻഡ് ഓഫ് ഗെയിമാണ് ഇതിലെ ഇതായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ 1001 നുണകൾ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളുണ്ടല്ലോ, അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു രീതിയുണ്ട്. എന്നാൽ അതൊക്കെ ഡ്രാമയാണ്. ഇതിനെ അതിൻ്റെ ത്രില്ലർ രീതിയിലോട്ട് വേർഷനിലോട്ട് കൊണ്ടുവരുന്നു. അതാണ് ഇതിൻ്റെ ഒരു സിനോപ്സിസും പിന്നെ ഒരു ജോണർ പരിപാടിയൊക്കെ. അസാധ്യ സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ന് ഞാൻ 3 സിനിമകളാണ് കണ്ടത്. രാവിലെ കളങ്കാവൽ കണ്ടു, ഉച്ചയ്ക്ക് ധീരം കണ്ടു, വൈകിട്ട് ദ റൈഡ് കണ്ടു. എനിക്ക് പേഴ്സണലി കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് റൈഡാണ്. അതും ചെറിയ രീതിയിലല്ല, നല്ല മാർജിനൽ ഡിഫറൻസിലാണ്, നല്ല മാർജിൻ വ്യത്യാസത്തിൽ എനിക്ക് റൈഡ് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഭയങ്കര ബഡ്ജറ്റ് കുറഞ്ഞെടുത്ത പടമാണിത്. ഉറപ്പായിട്ടും ഒരു 50 ലക്ഷം രൂപ താഴെ എടുത്താൽ നമുക്ക് വ്യക്തമാണ്. അങ്ങനെ അതിൽ കൂടുതലാണെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്. കാരണം ഇതൊരു 50 ലക്ഷം, അതിന് നമുക്കത് പ്രത്യക്ഷത്തിൽ അത് വിസിബിളാണ്. അതായത് ഏറ്റവും മെയിൻ സൗണ്ട് മിക്സിംഗ് ആണ്. ഇതിൽ 2 പാട്ടുകൾ വരുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ ഒന്നുമില്ല, നമ്മളൊരു നല്ല ക്വാളിറ്റി സ്പീക്കർ വെച്ച് നല്ലൊരു മൈക്കിൽ റെക്കോർഡ് ചെയ്ത് എങ്ങനെ ഇരിക്കും, ഒരു വീട്ടിൽ ഇരുന്ന് തന്നെ ആ ഒരു ഇതേ ഉള്ളൂ. അതിനെ മിക്സ് ഒന്നും ചെയ്തിട്ടില്ല. നേരെ ഇൻസ്ട്രുമെൻറ്റ് പോലും പ്രോപ്പറായിട്ടില്ല, നേരെ അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ സംസാരത്തിലാണെങ്കിലും ഇത് സിങ്ക് സൗണ്ട് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം 1-2 സ്ഥലത്ത് ഡബ് ചെയ്തായിട്ട് ഒരു എക്സ്ട്രാ ഡബ് ചെയ്തൊരു ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കി പിന്നെ സൗണ്ടൊക്കെ വളരെ ലോ സൗണ്ടാണ്. അതൊക്കെ സിങ്ക് സൗണ്ടിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. അതും ഇവർ ഡബ് ചെയ്യാൻ പൈസ ഇല്ലാഞ്ഞിട്ട് നമ്മൾ ചുമ്മാ ഷൂട്ട് ചെയ്യുമ്പോൾ പൈലറ്റ് ഇത് ഓഡിയോ കിട്ടാൻ വേണ്ടിയിട്ടൊരു ലേപ്പൽ മൈക്ക് വെക്കും. അതിൻ്റെ ആണോ എന്നൊരു സംശയമുണ്ട്. പ്രോപ്പർ സിങ്ക് സൗണ്ട് അല്ലാതെ. കാരണം സൗണ്ടിൽ നല്ല പ്രശ്നമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇതൊരു സിനിമ കാണാതിരിക്കാനുള്ള റീസൺ അല്ലത്. വിഷ്വൽസ് ഡീസൻറ്റ്, ടെക്നിക്കലി ഫണ്ട് കുറവായതുകൊണ്ടും സൗണ്ടും വിഷ്വൽസും ഉള്ളൂ. സൗണ്ട് തീരെ മോശമായിരുന്നു, പക്ഷേ വിഷ്വൽസ് ഡീസൻ്റായിട്ട് വന്നിട്ടുണ്ട്. കാർ ഷോട്ടും കാര്യങ്ങളൊക്കെ അത്ര സുഖമില്ലെങ്കിൽ പോലും ഒരു സ്ഥലത്താണ്, ഒരു റൂമിലൊരു ബിൽഡിങ്ങിലാണ് ഇതിൻ്റെ ഒരു 90% നടക്കുന്നത്. അവിടെ നല്ല വിഷ്വൽസും ഗ്രേഡിങ്ങും ആയിരുന്നു, ലൈറ്റിങ്ങും ഒക്കെ കൊള്ളായിരുന്നു. പിന്നെ ഇതൊന്നും ഞാൻ പറയല്ലേ, ഈ പടത്തിൻ്റെ USP ഇരിക്കുന്നത് നമ്മളിപ്പോൾ ജിത്തു ജോസഫ് സിനിമകളെന്ന് പറയത്തില്ല, അതുപോലെ ഇതിൻ്റെ എഴുത്തിലാണ്. അസാധ്യ എഴുത്ത്, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് ഒരു ഡീസൻറ്റ് രീതിയിൽ, ഒരു ഡീസൻറ്റ് ടു ഗുഡ് ലെവലിൽ ഫസ്റ്റ് ഹാഫ് ആവുന്നു, ഇൻ്റർവെൽ ആവുന്നു. നമുക്ക് ചിലരുടെ പെർഫോമൻസ് ഒക്കെ ഇച്ചിരി ഓവറാണല്ലോ എന്ന് തോന്നും. അതുപോലെ തന്നെ ഭയങ്കര സാറ്റിസ്ഫൈങ് ആവാത്ത നമുക്ക് പല സംശയങ്ങൾ വരും. ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഈ ബഡ്ജറ്റൊക്കെ കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും എഴുത്തിൽ ആ ഉഴപ്പുണ്ട്, അപ്പോൾ തട്ടിക്കൂട്ടി എഴുത്തിയും അതൊക്കെ കൊണ്ടാവും നമുക്ക് ഈ ഡൗട്ടൊക്കെ വന്നതെന്ന് വിചാരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫ് അന്യായ സെക്കൻഡ് ഹാഫ്, ബാക്ക് ടു ബാക്ക് ട്വിസ്റ്റ്. അതിൽ തന്നെ അവസാനത്തെ ഒരു അരമണിക്കൂർ ഫൈനൽ ആക്ട് ഒരു രക്ഷയില്ല. നമ്മളിത് ഫുള്ള് കണ്ടിട്ട് പുറകോട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് ആ മേജർ ഒരു ട്വിസ്റ്റ് നമുക്ക് വേണം മനസ്സിലാക്കാം. പക്ഷേ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് ഒട്ടും കിട്ടാത്ത രീതിയിൽ അവരത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു സീൻ ഇവർ കാണിക്കുന്നുണ്ട്. അതുമായിട്ട് നമ്മൾ വേറെ രീതിയിലൊക്കെ പല കണക്ഷൻ ചിന്തിക്കുന്ന തരത്തിലുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ബ്രില്യൻ്റായിട്ട് അത് അവർ എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. അത് അവിടം തൊട്ട് ആ അരമണിക്കൂർ തുടങ്ങുന്ന തൊട്ട് ലാസ്റ്റ് ഫ്രെയിം വരെ, ലാസ്റ്റ് ഷോട്ട് വരെ അജ്ജാതി സാധനം. ആൻഷീതളിൻ്റെ ഒരു പരിപാടിയൊക്കെ ഒരു രക്ഷയില്ല. വളരെ കുറച്ച് സ്റ്റാർ കാസ്റ്റ് ഇതിലുള്ളൂ. 6 പേരാണ് മേജറായിട്ട് വരുന്നത്. പിന്നെ അതല്ലാതെ ഇവരുടെ 6 പേരുടെ ലൈഫാണ് വരുന്നത്. പിന്നെ അതല്ലാതെ ഈ ഗെയിം നടത്തുന്ന ഒരാളുണ്ട്, നമുക്കറിയാവുന്ന ഒരാളാണ്. പിന്നെ അല്ലാതെ ഇവരുടെ ഫാമിലി പാസ്റ്റൊക്കെ കാണിക്കുമ്പോൾ അങ്ങനെ വരുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഈ 6 പേര് തന്നെയാണ് പ്രധാനം. അതിൽ തന്നെ ആൻഷീതളും സുധീക്കോപ്പെ അന്യായ പെർഫോമൻസാണ്, ഒരു രക്ഷയില്ല. ബാക്കി ഇപ്പോൾ ഉള്ള പ്രശാന്ത് മുരളി ആയാലും ശരി, മാലാ പാർവതി ആയാലും ശരി, അതുപോലെ തന്നെ ശ്രീകാന്ത് മുരളി ആയാലും ശരി, ഇവരൊക്കെ അടിപൊളി ആർട്ടിസ്റ്റുകളാണെന്ന് നമുക്കറിയാം. ഇതിൽ വേറൊരു പെണ്ണിൻ്റെ ക്യാരക്ടറുണ്ട്, എനിക്ക് പേരറിയത്തില്ല, ക്ഷമിക്കണം. പുള്ളിക്കാരിയാണ് ഞാൻ ഈ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞ ഈ നമുക്ക് ഫസ്റ്റ് ഹാഫ് ആകുമ്പോൾ പുള്ളിക്കാരി നല്ല ഓവറാണല്ലോ എന്ന് തോന്നും. പക്ഷേ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ആ ക്യാരക്ടർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു കാര്യങ്ങളൊക്കെ കിട്ടുമ്പം എനിക്ക് ആകെ പെർഫോമൻസിലുള്ളൊരു പ്രശ്നം അതായിരുന്നു. അത് നേരെ അങ്ങ് മാറ്റി തന്നു. എല്ലാവരും എന്തുകൊണ്ട് ആദ്യം അങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ള സാധനമൊക്കെ നമുക്ക് കിട്ടും. ഇതിലങ്ങനെയാണ്, ഓരോ ക്യാരക്ടറിനും ഒരു റൗണ്ട് ക്യാരക്ടറാണ്, ഒരു സർക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ആകും നമ്മൾ സിനിമ കഴിയുമ്പോഴേ. മൊത്തത്തിൽ ഈ സിനിമ അങ്ങനെയാണ്, ഒരു ചോദ്യം പോലും ഇല്ലാതെ. ഇന്നത്തെ മറ്റേ സ്ഥിരം പരിപാടി സെക്കൻഡ് പാർട്ട് ലീഡ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാതെ പ്രോപ്പർ ഒരു സ്ഥലത്ത് തുടങ്ങുന്നു, ഒരു സ്ഥലത്ത് തീർക്കുന്നു. കൃത്യം കൺക്ലൂഷൻ, കൃത്യം ക്ലോഷർ. എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. റൈറ്റിംഗ് അന്യായം, നല്ലൊരു ബഡ്ജറ്റിൽ നല്ല ഡയറക്ടറിന് ഞാൻ ഒരിക്കലും പറയത്തില്ല, നല്ല പ്രൊഡക്ഷൻ. ഡയറക്ടർ ഒരിക്കലും നമ്മൾ പറയത്തില്ല. പുള്ളി ഈ ചെറിയ ബഡ്ജറ്റ് മാക്സിമം പുള്ളിയും ഇതിൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞു, ഇവർ രണ്ടുപേരും തന്നെയാണ് ഇതിൻ്റെ 2 പ്രൊഡ്യൂസേഴ്സ്, വേറെ ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ
വളരെ ചെറിയ ഇവർക്കൊരു സിനിമ ചെയ്യണ ആഗ്രഹമുണ്ട്, കഴിവുണ്ടെന്ന വിശ്വാസത്തിൽ അവർ ചെയ്തതാണ്. അതിൻ്റെ ഉണ്ട് എന്തായാലും അത്. പക്ഷേ അതുകൊണ്ട് തന്നെ മേക്കിങ്ങിൽ തന്നെ ഫണ്ട് ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് അവർക്ക് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അത് ചെയ്ത് അങ്ങനെ പറ്റത്തില്ല. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് പോലും അവർ കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നം എന്ന് വെച്ചാൽ ആൾ തിയേറ്ററിൽ കയറുന്നത് വളരെ പാട്. ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് പോലും പലർക്കും അറിയത്തില്ല. അതും ഇന്ന് എത്ര സിനിമകൾ ഇറങ്ങിയത്, 5 മലയാളം പടം കൂടാതെ ദുരന്തർ. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ എനിക്കിത് തിയേറ്ററിൽ എത്രമാത്രം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. പക്ഷേ OTT വന്നു കഴിയുമ്പോൾ ഇത് ചർച്ചയായിരിക്കും, ഉറപ്പാണ്. ചർച്ചയായിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഭയങ്കര പല ഫോറിൻ മൂവീസിനുമായിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് മറ്റേ കോപ്പിയടി കമ്പയർ അല്ല, കഥ അതിൻ്റെ ഒരു സ്ട്രക്ചറും ഒക്കെ നമ്മൾ പല കൊറിയൻ പടങ്ങൾ അല്ലെങ്കിൽ പല സ്പാനിഷ് മൂവീസ് ആ ഒരു രീതിയിൽ, ആ ഒരു ത്രില്ലർ രീതിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഉറപ്പായിട്ടും അതുമായിട്ട് ഫുള്ളി കമ്പയർ ചെയ്യുമല്ല, ഞാൻ ആ സ്റ്റോറിയുടെ സ്ക്രീൻ പ്ലേ സ്ട്രക്ചറിൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് ഇപ്പം കണ്ടു മടുത്ത എല്ലാ ത്രില്ലർ പടങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾക്കും ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് സെക്കൻഡ് പാർട്ട് എന്ത് കാര്യത്തിന്? ഇതിലൊന്നുമില്ല കറക്റ്റ് എൻഡിങ്. എന്താണ് ഇതിൻ്റെ കഥ, അതവിടെ എൻഡാക്കിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ്, അതുപോലെ തന്നെ ഡയറക്ഷൻ എല്ലാം അടിപൊളി. ഏറ്റവും സൂപ്പർ റൈറ്റിങ്, അന്യായ റൈറ്റിങ്. ഇപ്പോൾ എക്കോയ്ക്കൊക്കെ കിട്ടിയ പോലെ ഒരു പ്രൊഡക്ഷൻ ടീം ഇതിനുണ്ടായിരുന്നെങ്കിൽ ആ ലെവലിൽ എത്തേണ്ട പടമാണ്. ഞാൻ ഒരിക്കലും പ്രൊഡക്ഷൻ ടീമിൻ്റെ ഒരു കുറ്റമായിട്ടല്ല കേട്ടോ പറയുന്നത്, ഇതിങ്ങനെ മെറ്റീരിയൽ ചെയ്ത പടമാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഇതുണ്ടായിരുന്നെങ്കിൽ ആ ലെവലിൽ എത്തിയേനെ. പിന്നെ ഇതിൻ്റെ വേറെ കാര്യമുണ്ട്, അങ്ങനെ ആലോചിക്കുമ്പോൾ അതിനൊരു മറുവശമുണ്ട്. ഈ ചെറിയ ബഡ്ജറ്റ് ഉള്ളതുകൊണ്ടാണ് ഈ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് ചെയ്തത്. അല്ലെങ്കിൽ ഒരു സ്റ്റാറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷ കൂടും, അമിതഭാരമാവും. ഇത് ആ രീതിയിൽ നോക്കുമ്പോൾ ഓക്കെയാണ്. പിന്നെ ഈ സൗണ്ട് മിക്സിങ്ങും വിഷ്വലും, എസ്പെഷ്യലി സൗണ്ട് മിക്സിങ്ങിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ചുകൂടെ പൈസ ഒക്കെ ഒപ്പിച്ചെങ്കിലും കുറച്ച് സമയം എടുത്തുകൂടെ ചെയ്തിരുന്നത് നന്നായെന്ന് തോന്നി. അല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല. ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. അതാണ് ഇത്രയും ലെങ്തും ആയിപ്പോയത് ഓഡിയോ. ഉറപ്പായിട്ട് ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3.75 ഔട്ട് ഓഫ് 5 ആണ്. ഇത് തിയേറ്ററിൽ എത്രമാത്രം ഹിറ്റാവുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഒന്നുകൂടെ പറയുവാണ്. പക്ഷേ OTT ഇത് എത്തിക്കഴിയുമ്പം ചർച്ചയായിരിക്കും.